ഇപ്പോൾ ശേഖർ കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശേഖർ, നമ്മൾ 48 മണിക്കൂർ മുമ്പ് താങ്കൾ കൊണ്ടുവന്ന സൂറൽക്കലിലെ പ്രൊഫസർ ശ്രീവത്സലയുടെ അനലിറ്റിക്കൽ മോഡൽ ഡിസ്കസ് ചെയ്തിരുന്നു. അങ്ങനെയോട് ആ കാര്യം പറയുമ്പോഴാണ് ഞങ്ങൾ അതിൻ്റെ ഇമേജ് എടുത്ത് നോക്കിയത്. ഓൾമോസ്റ്റ് എക്സാക്റ്റ് ആണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ലൊക്കേഷൻ എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. പുഴയിൽ നിന്ന് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്രയും വലിയ മാസുള്ള മല ഇടിഞ്ഞു വരുമ്പോൾ ഏകദേശം 120 മീറ്റർ വരെ അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷനിൽ നിന്ന് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിപ്പോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾമോസ്റ്റ് എക്സാക്ട്ലി അത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുൻപിൽ വരുന്ന ഇമേജ് അനുസരിച്ച് പുഴയിൽ നിന്ന് 20 മീറ്റർ, പുഴയുടെ തീരത്ത് നിന്ന് 20 മീറ്റർ, അങ്ങനെയാണെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 100 to 120 മീറ്റർ ദൂരെ തന്നെയാണ്, എക്സാക്ട് ലൊക്കേഷനിലാണ് ഈ കോൺടാക്റ്റ് 1 സോണാർ ഒബ്ജക്റ്റ് കിടക്കുന്നത്. അത് കിടക്കുന്നതിൻ്റെ പൊസിഷനെ കുറിച്ചാണ് ഇപ്പോൾ ഡിഫൻസ് PRO നമ്മളോടൊപ്പം സംസാരിച്ചിരിക്കുന്നത്. ശേഖർ കുര്യാക്കോസ്, ശ്രീവത്സല പറഞ്ഞ അനലിറ്റിക്കൽ മോഡൽ ഓൾമോസ്റ്റ് എക്സാക്റ്റ് ആണല്ലേ? അതൊരു ശാസ്ത്രീയമായ സൂത്രവാക്യം ഉപയോഗിച്ച് നമ്മളുടെ വെയിറ്റിനെ സംബന്ധിച്ച ഒരു അനുമാനത്തിൽ തയ്യാറാക്കിയതാണ്. ഞാൻ അന്നേരം സൂചിപ്പിച്ചതുപോലെ തന്നെ അത് പുഴയിൽ വീഴുമ്പോൾ പിന്നീട് ചില ഡൈനാമിക് ഫാക്ടേഴ്സ് അതിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് ആ മോഡലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതാണ് വെള്ളം, ജലപ്രവാഹത്തിന്റെ വേഗത, അതിന് താഴെ അത് റിവർ ബെഡിലേക്ക് പതിക്കുമ്പോൾ അവിടെയുള്ള റിവർ ബെഡിന്റെ ഫ്രിക്ഷനും സ്വഭാവവും ഇവയൊന്നും ആ മോഡലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ചില ലൊക്കേഷൻ മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾക്ക് പുഴയിലേക്ക് ഇത് വീണു എന്നത് സംബന്ധിച്ച ഒരു ധാരണ ശാസ്ത്രീയമായി നൽകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ആ സൂത്രവാക്യത്തിലൂടെ ആരാഞ്ഞത്. അപ്പൊ അന്നേരം നമ്മൾക്കത് പുഴയിലേക്ക് പോയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രീയമായി ഒരു വിശകലനം നമ്മൾക്ക് കിട്ടിയത് അതാണ്. അത് അന്നേരം തന്നെ നമ്മൾ അവർക്ക് കർണാടക ഗവൺമെന്റിന് കൈമാറിയിരുന്നു. അദ്ദേഹവും കർണാടക ഗവൺമെന്റിന്റെ സെക്രട്ടറിയോട് ഇത് സംബന്ധിച്ച് വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് അത് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം അതനുസരിച്ച് അവിടെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അതൊരു ശാസ്ത്ര സൂത്രവാക്യം ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഇതെങ്ങനെ ഉണ്ടായിരിക്കാം, എന്തായിരിക്കാം അവിടെ സംഭവിച്ചത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡായിരുന്നു അത്. ആ ലീഡിനെ തുടർന്നാണ് എന്തായാലും ഇപ്പോൾ സോണാർ എക്യുപ്മെൻറ്റും കൃത്യമായ ഒബ്ജക്റ്റ് അവിടെ ഒരു പ്രോബബിലിറ്റി, ഹൈ പ്രോബബിലിറ്റിയിൽ കോൺടാക്ട് 1 ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്. ഇനി എനിക്കൊരു ചോദ്യമുള്ളത്, ഇപ്പോൾ രക്ഷാപ്രവർത്തനം രാത്രിയിൽ നടക്കുന്നില്ല. അപ്പോൾ നിരവധി പ്രേക്ഷകർക്കൊരു സംശയം, അവരുടെ ലേമൻ പെർസ്പെക്റ്റീവിൽ എന്തുകൊണ്ടായിരിക്കും നമ്മളിപ്പോൾ വണ്ടി ലൊക്കേറ്റ് ചെയ്തു, അർജുൻ അതിലുണ്ടാവാം, പക്ഷേ രാത്രിയിൽ നമ്മൾ തിരച്ചിൽ നടത്തുന്നില്ല? അത് എനിക്കറിയാം. ശേഖർ കുര്യാക്കോസിന് സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലുണ്ട്. കാരണം ചുമ മാറിയിട്ടില്ല. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ ശേഖറിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും കുറച്ച് സമയം കൂടി, ഞാൻ വളരെ ചുരുങ്ങിയ സമയം എടുക്കത്തുള്ളൂ. കാരണം പ്രേക്ഷകരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ്. ഇത് സർക്കാരിൻ്റെ അലംഭാവമാണോ? നമ്മൾ തുടക്കത്തിലെ അലംഭാവം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. 3 ദിവസം അലംഭാവം ഉണ്ടായിരുന്നു, അത് മാറ്റി നിർത്താം. ഇന്നിപ്പോൾ രാത്രിയിൽ രക്ഷാപ്രവർത്തനം നടത്താത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അവിടെ അർജുനുണ്ട്, ലോറിയുണ്ട് എന്ന് ഉറപ്പായിരിക്കുന്നു, എക്സ്കവേറ്ററുകൾ അവിടെയുണ്ട്. ഇന്ന് രാത്രിയിലും നടത്തിക്കൂടെ എന്നൊരു ചോദ്യം ഒരു സാധാരണക്കാരന് ചോദിക്കാം. അവരോടൊരു മറുപടി വേണം ശേഖർ കുര്യാക്കോസ്. ഒന്നാമത്, ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാ സേനകൾക്കും ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആഫ്റ്റർ സൺഡൗൺ, ഉദാഹരണത്തിന് ഹെലികോപ്റ്റർ നമ്മളെല്ലാവരും നിരന്തരം കാണുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഉപകരണമാണ്. രാജ്യത്തിപ്പോൾ വളരെ കോമൺ ആയി പല രക്ഷാപ്രവർത്തനങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ സൺഡൗണിന് ശേഷം ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓപ്പറേഷനും നടത്താറില്ല. അതുപോലെ തന്നെയാണ് ഡൈവേഴ്സ്. ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഒരു ഡൈവറെ അയാളുടെ ജീവന്റെ വില നമ്മൾക്കൊരിക്കലും കണ്ടെത്താൻ പറ്റാത്തതാണ്. അവരെ പരിശീലിപ്പിച്ചൊരു ഡൈവർ ആക്കുന്നതിന് ഈ രാജ്യം ചിലവാക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. അത് വളരെ അധികമാണ്. അപ്പൊ അങ്ങനെ ഒരാളെ ഡൈവർ ആക്കണമെങ്കിൽ 3-4 വർഷം വലിയ പരിശീലനങ്ങൾ കൊടുത്ത് പരിശീലിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവരെ ഡിഫൻസ് അസറ്റുകളായിട്ടാണ് കരുതുന്നത്, വളരെ വാല്യുബിൾ ആയ അസറ്റുകളായിട്ടാണ് കരുതുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ ജീവനെയും കൂടി നമുക്ക് സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. വളരെ വിലപിടിപ്പുള്ള സ്കില്ലുള്ള ആളുകളാണ്. അത് വെറുതെ നമ്മൾക്കൊരു എവിടെയെങ്കിലും പെട്ടെന്ന് സ്വായത്തമാക്കാവുന്ന ഒരു സ്കില്ലുമല്ല. അപ്പൊ അങ്ങനെയുള്ളവരുടെ ജീവനെയും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ഘടകം, ഇപ്പോൾ രാത്രി നമ്മൾ ഈ ലോറിയെ പുറത്തെത്തിക്കാൻ അല്ലെങ്കിൽ ലോറിക്കുള്ളിൽ കയറണം എന്ന് വിചാരിച്ചാൽ
നമ്മൾക്ക് എല്ലാവർക്കും ആ പുഴയുടെ ടർബിഡിറ്റി കാണാം. ആ പുഴ വളരെ കലങ്ങി മറിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തൊന്നും വിസിബിൾ ആകില്ല. എന്ത് സംവിധാനം വെച്ചാണെങ്കിലും അതിനുള്ളിൽ പോയി ഈ ലോറിയിൽ പോയി പരിശോധിച്ച് ഒന്ന് കണ്ടെത്താൻ പറ്റുന്ന യാതൊരു സംവിധാനവും നമ്മൾക്ക് കിട്ടില്ല. അത് നമ്മൾ നൈറ്റ് ഡൈവിങ്ങിനുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ പോലും, നൈറ്റ് ഗോഗിൾസ് ഉപയോഗിച്ചാൽ പോലും ടർബിഡ് വാട്ടറിൽ അതിന്റെ വിസിബിലിറ്റി വളരെ കുറവായിരിക്കും. കറക്റ്റ്. അപ്പോൾ ഇത് ലിറ്ററലി സീറോ വിസിബിലിറ്റി ഉള്ള ഒരു കണ്ടീഷനാണ് വെള്ളത്തിനടിയിലുള്ളത്. അപ്പൊ ആ സാഹചര്യത്തിൽ ഡൈവർമാർക്ക് പോയി ഈ ക്യാബിൻ കണ്ടെത്തി ആ ക്യാബിനുള്ളിൽ പ്രവേശിക്കാൻ പറ്റില്ല. അവിടെ ചെളി കാണും, ആ ക്യാബിനുള്ളിൽ ചെളി കാണും, അതിന് ചുറ്റും ചെളി കാണും. അവരുടെ തന്നെ ലൈഫും ത്രെട്ടൻഡ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. രാത്രി അത്തരം ഒരു ഓപ്പറേഷൻസ് നിലവിൽ അസാധ്യമാണ്. കുറച്ചും കൂടി പകൽ വെളിച്ചത്തിൽ അവർ അത് ഭംഗിയായി നിർവഹിക്കുമെന്നാണ് കാണുന്നത്. ഈ ശേഖർ കുര്യാക്കോസ്, ഇപ്പോൾ നമ്മുടെ മുന്നിലൊരു അസാധാരണ, ഞാൻ ഫ്രീ ആക്കാം എന്ന് പറഞ്ഞതല്ലാതെ ഫ്രീ ആക്കുന്നില്ലെങ്കിലും ഒരു മിനിറ്റ് കൂടി താങ്കളുടെ ഒരു ഒപ്പീനിയൻ വേണം. കാരണം ഗംഗാവാലി പുഴയ്ക്ക് ഇപ്പോൾ നല്ല ഒഴുക്കാണ്. ഒപ്പം റെഡിഷ് ബ്രൗൺ കലർന്ന നിറമാണ്, അയണോർ കണ്ടന്റുള്ള മണ്ണാണല്ലോ ഇത് ഒലിച്ചു വരുന്നത്. ഒപ്പം ചെളിമൂടി കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്, സീറോ വിസിബിലിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ ഡൈവേഴ്സിന് അവിടെ ഇറങ്ങുക എന്നുള്ളത് വളരെ സാഹസികമായ ഒന്നാണെന്ന് അല്പസമയം മുമ്പ് അതുൽ പിള്ള പറഞ്ഞു. നമുക്കവിടെ ക്യാമറ യൂസ് ചെയ്യാൻ കഴിയില്ല. ഹ്യൂമൻലി പോസിബിളായി അവിടെ ഡൈവേഴ്സ് എത്തുക തന്നെ വേണം. ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലേ ഇങ്ങനെയൊരു കോംപ്ലക്സ് സിറ്റുവേഷനിൽ? പുഴയിൽ ഒഴുക്ക്, സീറോ വിസിബിലിറ്റി, കരയിൽ നിന്ന് ഏകദേശം 20 മീറ്റർ മാറി കിടക്കുന്ന ഒബ്ജക്റ്റ്, 15 മീറ്റർ താഴ്ചയിൽ, ഒപ്പം അതിൻ്റെ പൊസിഷൻ ചരിഞ്ഞു കിടക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഇനി അർജുൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ഹ്യൂമൻലി പോസിബിൾ അല്ലാതെ മറ്റൊരു സാധ്യതയില്ല. അത് നേരിട്ടല്ലാതെ മറ്റൊരു സാധ്യതയും ഇല്ലേ? മെഷീനുകളോ മറ്റെന്തെങ്കിലോ? നമ്മൾ ഇപ്പൊ ഈ ഒരു ഓപ്പറേഷൻസിൽ സാങ്കേതിക വിദ്യയുടെ വലിയ ഉപയോഗം തുടക്കം മുതലേ കേരള ഗവൺമെന്റിന്റെ കൂടി ആവശ്യം പരിഗണിച്ച് കർണാടകം നമ്മുടെ ഈ സേനകൾ വിന്യസിച്ചിട്ടുണ്ട്. നമ്മൾ GPR പറഞ്ഞു, നമ്മൾ സോണാർ പറഞ്ഞു, അതെല്ലാം അവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടുന്നത് ഇത്രയും ടർബിഡ് വാട്ടറിൽ, വളരെ സ്വിഫ്റ്റ് ഫ്ലോയിങ് വാട്ടറിൽ സ്റ്റെബിലൈസ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ഒരു സബ്മേഴ്സിബിൾ ആമാണ്. നമ്മുടെ കേരളത്തിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി അത്തരം ഒരു ഉപകരണം പരീക്ഷണാടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഐറോവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. പക്ഷെ അവരുടെ റോബോട്ടിനും ഈ 20 knotsൽ ഫ്ലോ ചെയ്യുന്ന ഒരു ടർബിഡ് റിവറിൽ സ്റ്റെബിലൈസ് ചെയ്ത് നിന്നുകൊണ്ട് ഈ ആം എക്സ്റ്റെൻഡ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ ആമിന്, നിലവിലുള്ള ഉപകരണത്തിലെ ആമിന് അത്ര വലിയ പവർഫുൾ ആമൊന്നും അല്ല. ഈ വാതിൽ തുറക്കാനോ ഒന്നും പറ്റില്ല. അത്തരം ഉപകരണങ്ങളുടെ വിന്യാസം ആണ് ഇനി ഒരു സാധ്യത. പക്ഷേ അത് വേണ്ടി വരില്ല. പകൽ സമയത്താണെങ്കിൽ ഈ ഡൈവേഴ്സിന് കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണെങ്കിലും മറ്റ് പല ആങ്കറിങ് മെത്തേഡ്സും ഉപയോഗിച്ച് ഈ ഒബ്ജക്റ്റിന്റെ അടുത്ത്, ഇത് ടാങ്കർ ആണ് എന്ന് കൺഫേം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ലോറി ആണെന്ന് കൺഫേം ചെയ്തിരിക്കുന്നു, ഈ ഒബ്ജക്റ്റിന്റെ അടുത്ത് തന്നെ ചെന്ന് പൊസിഷൻ ചെയ്യാൻ പറ്റും. അതിന് പറ്റുന്ന സ്പേസ് ഡ്രൈവിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അത് നേവി എന്താണ് അവിടെ ഉപയോഗിക്കുക എന്നുള്ളത് അവിടുത്തെ ഡൈവിംഗ് സൂപ്പർവൈസറും അത് ഡിസൈഡ് ചെയ്യുന്നവരുമാണ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് വിചാരിക്കും. ഒരു സംശയം കൂടി ശേഖർ കുര്യാക്കോസ്, അതായത് ചെളി അടിഞ്ഞു കിടക്കുമായിരിക്കുമല്ലോ ക്യാബിനിൽ സ്വാഭാവികമായും, കാരണം നല്ല കുത്തൊഴുക്കുണ്ട്, നല്ല മണ്ണും ആ ഭാഗത്തുണ്ട്, 15 മീറ്റർ അടിയിലുമായിരിക്കും. ചില്ലുകൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത, അവിടെ കുടുങ്ങിക്കിടക്കുന്ന അർജുൻ്റെ അവസ്ഥ, ഇത് നമുക്ക് സങ്കല്പിക്കാനേ പറ്റും. ഇത് ഒരുപക്ഷെ കുടുംബം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവാം. പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മളത് പറയുന്നതെങ്കിലും ആ ഒരു പ്രോബബിലിറ്റി എങ്ങനെയാണ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുക? ഈ ടാങ്കർ അല്ലെങ്കിൽ ഈ ലോറി മറിയുന്നതിന് മുൻപ്, ഇത് വെള്ളത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇതിന്റെ ഗ്ലാസസ് ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഇമ്പാക്റ്റ് ഈ ലോറിയിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യത അധികമാണ്. നമ്മളെല്ലാവരും കണ്ടതുപോലെ വലിയ കല്ലുകൾ, ആ സൂത്രവാക്യത്തിന്റെ ചിത്രങ്ങൾ ഞാൻ പങ്കുവച്ചപ്പോൾ കണ്ടു കാണും. വലിയ അളവിൽ മണ്ണും കല്ലും ഒക്കെ ഇതിന് മുകളിലേക്ക് വന്ന് വീണിട്ടുണ്ടാവും. അത് മൂവ് ചെയ്ത് പോകുമ്പോൾ തന്നെ ഈ താഴേക്ക് സ്ലൈഡ് ചെയ്ത് വന്നിട്ടുള്ള വലിയ സ്റ്റോൺസ് ഒക്കെ ഇതിന് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ട് കണ്ണാടിയൊന്നും പൊട്ടാതെ വളരെ ഇൻടാക്റ്റ് ആയിട്ടാണ് ഈ ടാങ്കർ അല്ലെങ്കിൽ ഈ ലോറി വെള്ളത്തിലേക്ക് വീണത് എന്ന് വിശ്വസിക്കുക പ്രയാസമാണ്. അതിന് സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെളിയെല്ലാം കയറിയിട്ടുണ്ടാകാം.
അതിന്റെ നമ്മൾക്ക് ഇതിന്റെ ക്യാബിന്റെ അടുത്തേക്ക് എത്താനുള്ള അപ്രോച്ച് മെത്തേഡ് എന്താണ് എന്നുള്ളതാണ് നാളെ ഡിസൈഡ് ചെയ്യപ്പെടേണ്ടത്. അത് അവിടെ ഇപ്പൊ തന്നെ അവര് ഡൈവേഴ്സ് അതിൻ്റെ അകത്തൊരു പ്ലാനിങ് നടത്തി കാണും എങ്ങനെ ഇതിനടുത്തേക്ക് പോകാം എന്നുള്ളത്. ചില സാഹചര്യങ്ങളിൽ ഞങ്ങളൊക്കെ NEG-യിൽ പഠിക്കാൻ പോയ കാലത്ത് ഈ ആങ്കർ താഴേക്ക് ഇട്ട് ആ ആങ്കറിനെ അതിൽ ബോൾട്ട് ചെയ്യിച്ച് വെച്ച് അല്ലെങ്കിൽ അതിനോട് ഉടക്കി വെച്ചിട്ട് ഡൈവ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഡെമോൺസ്ട്രേഷൻസും വീഡിയോയും കണ്ടിട്ടുണ്ട്. നേവൽ ഡൈവേഴ്സ് ചെയ്യുന്നതായിട്ട് വളരെ സാഹസികമായ മുങ്ങിക്കപ്പലൊക്കെ വെള്ളത്തിനടിയിൽ പെട്ടുപോകുമ്പോഴുള്ള സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് അവർ നമ്മൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് വീഡിയോ ചിത്രങ്ങളിലൂടെ. അപ്പോൾ അത്തരം സാധ്യതകളൊക്കെ അവർ പരിശോധിക്കുമായിരിക്കും. നേവൽ ഡൈവേഴ്സ് അല്ലേ, അവർക്ക് വളരെ ചലഞ്ചിങ് ആയ കണ്ടീഷൻസിൽ നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരം കണ്ടീഷൻസിൽ വർക്ക് ചെയ്യാനുള്ള പരിശീലനമുള്ളവരാണ്. അവരത് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. തുടക്കം മുതലേ എനിക്ക് ഈ ഇവരുടെ പ്രവർത്തനങ്ങളിലായിരുന്നു വിശ്വാസം. ഞാനത് പറയുകയും ചെയ്തതാണ്. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം, അവരതിലേക്ക് എത്തും എന്ന്. നമുക്ക് പ്രേക്ഷകരെ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് തോന്നണം. താങ്ക് യു ശേഖർ കുര്യാക്കോസ്.